നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വളരെ ഉത്കണ്ഠയുണ്ടാക്കുന്ന തരത്തിലേക്ക് SIRന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വന്യമൃഗശല്യത്തിനെതിരെ മത സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ 29-ന് മുളപ്പുറം ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രഥമ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വളരെ ഉത്കണ്ഠയുണ്ടാക്കുന്ന തരത്തിലേക്ക് SIRന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പേരിലും ഇനിഷ്യലുകളിലുമുള്ള ചെറിയ അക്ഷരവ്യത്യാസങ്ങൾ കാരണം 18 ലക്ഷത്തോളം പേർക്ക് അധിക രേഖകൾ സമർപ്പിക്കേണ്ടി വന്നു. ഈ പിഴവുകളിലേറെയും കമ്മീഷൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ മൂലമുണ്ടായതാണ്, അല്ലാതെ അപേക്ഷകളുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല. അതിനാൽ പൗരന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയിൽ നിന്നും കമ്മീഷൻ പൂർണ്ണമായും പിന്മാറണം. ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയറിൽ വന്ന തെറ്റുകൾ മൂലം ആളുകളെ വീണ്ടും വീണ്ടും വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അനധികൃത വോട്ട് നീക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫോം 7 വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നത് തടയാനുള്ള കർശന നടപടികളും ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിയമസഭയിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നതിനിടെ വ്യക്തമാക്കി. വളരെ ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് SIRന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞ് പേരുകളിലും ഇനീഷ്യലുകളിലുമുള്ള ചെറിയ അക്ഷരവ്യത്യാസങ്ങൾ കാരണം 18 ലക്ഷത്തോളം പേർക്ക് അധിക രേഖകൾ സമർപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട്. 18 ലക്ഷം പേര്. ഈ പിഴവുകൾ അധികവും കമ്മീഷൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ മൂലം വന്നാണ്. ഈ ആപ്ലിക്കൻസിന്റെ കുഴപ്പം കൊണ്ട് വന്നതല്ല, സോഫ്റ്റ്വെയറിന്റെ കുഴപ്പം കൊണ്ട് വന്നിട്ട് 18 ലക്ഷം പേര് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞ് ചെറിയ അക്ഷരവ്യത്യാസങ്ങൾ കാരണം വന്നിട്ടുണ്ട്. ഇതിന് പൗരന്മാരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് കമ്മീഷൻ പൂർണ്ണമായി പിന്മാറണം. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി കാരണം BLO ആപ്പിൽ ജനറേറ്റ് ചെയ്ത നോട്ടീസ് ഉണ്ട്. ഈ 18 ലക്ഷം പേർക്ക് ജനറേറ്റ് ചെയ്തിരിക്കുകയാണ് നോട്ടീസ്, ഹിയറിങ്ങിനുള്ള നോട്ടീസാണ്. അത് കംപ്ലീറ്റ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് BLOമാർ പോയി തന്നെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയറിൽ വന്ന തെറ്റുകൾ മൂലവും കറക്ഷൻസ് വരുന്നതിന് വീണ്ടും ഈ ആളുകളെ വിളിച്ചു വരുത്തി ഹിയറിംഗ് കൊടുക്കുക. അതിന് കൃത്യമായ ഡയറക്ഷൻ പോകണം. ചെയ്യാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചതാണ്, പക്ഷെ അത് പ്രോപ്പറായിട്ട് ആ ഡയറക്ഷൻ പോകുന്നില്ല. അത് പല സ്ഥലത്തും BLOമാർ അത് ചെയ്യുന്നില്ല, ഈ കറക്ഷൻസ് ചെയ്യുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിയായിരിക്കും. പിന്നെ അനധികൃത വോട്ട് നീക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫോം 7 വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതാണ്. ഇത് തടയാനുള്ള കർശന നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കും. തെറ്റായ വിവരങ്ങൾ വെച്ച് ഫോം 7 സമർപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ പരിശോധന കൂടാതെ അനുമതി നൽകുന്ന BLOമാർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും. തെറ്റായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരാളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഫോം 7 വെച്ച് അപേക്ഷ കൊടുക്കുക. അത് കൃത്യമായി പരിശോധിക്കാതെ ഈ ആളെ അറിയിക്കാതെ, ആളെ നോട്ടീസ് കൊടുക്കാതെ. ഇപ്പൊ എന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഒരാൾ തെറ്റായ വിവരങ്ങൾ വെച്ച് ഫോം 7 നോട്ടീസ് കൊടുത്ത് എന്റെ പേര് റിമൂവ് ചെയ്യാണ്, ഞാൻ അറിയുന്നില്ല. പ്രോപ്പറായിട്ടുള്ള പരിശോധന BLOമാർ നടത്തുന്നില്ല. വ്യാപകമായി ഇത് സംസ്ഥാനത്തുടനീളം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ ജില്ലകളിൽ ഇത് വളരെ കൂടുതലാണ്. തുറന്നു പറയാമല്ലോ, മലബാറിലെ ജില്ലകളിൽ ഇത് വളരെ കൂടുതലാണ് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫോം 7 വെച്ചിട്ട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ റിമൂവ് ചെയ്യാം. അത് പരിശോധന കൂടാതെ ആളെ അറിയിക്കാതെ പേര് മാറ്റുക, അത് ചെയ്യണം. പിന്നെ SIR പൗരത്വ പരിശോധന കൂടി ആയതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കുറെ കൂടി ഉത്തരവാദിത്തത്തോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടണം. രാഷ്ട്രീയ വൈരാഗ്യം മൂലം എതിർ പാർട്ടി പ്രവർത്തകരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ഫോം 7 ദുരുപയോഗം ചെയ്ത്
എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പുതിയതായി വോട്ട് ചേർക്കുന്നവർക്ക് ഫോം 6ഉം ഫോം 6A-യുമാണ്. വോട്ട് നീക്കം ചെയ്യപ്പെടുന്നവർ ഫോം 7 ആണ്. ഫോമിലെ തിരുത്തലുകൾ ഫോം 8 ആണ്. ഇത് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാക്കുകയും ചെയ്യണം. അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെടണം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച പരാതി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അടിയന്തരമായി ഇടപെടണം. അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച പൌരന്മാരായ പ്രവാസികൾക്ക് ഫോം 6A സമർപ്പിക്കുമ്പോൾ ജനനസ്ഥലം ചേർക്കാനുള്ള ഓപ്ഷൻ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടില്ല. ലക്ഷക്കണക്കിന് പ്രവാസികളെ ബാധിക്കുന്ന ഈ വിഷയത്തിന് അടിയന്തര സ്വഭാവത്തിൽ നടപടി ഉണ്ടാകണം. അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രത്യേകമായി SIR-മായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വന്യമൃഗശല്യത്തിനെതിരെ മത സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ 29-ന് മുളപ്പുറം ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ സാമുദായിക സംഘടനാ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് സമരസമിതി കൺവീനർ ഫാദർ ഫ്രാൻസിസ് മടത്തിപ്പറമ്പിലും മറ്റു ഭാരവാഹികളും അറിയിച്ചു. കരിമണ്ണൂർ പഞ്ചായത്തിലെ തെങ്കോടം തോക്ക് പ്ലാന്റേഷനിലും സമീപ പ്രദേശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന കൃഷിഭൂമികളിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യത്തിനെതിരെ മതസാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ മുളപ്പുറം ഫോറസ്റ്റ് ഓഫീസിലേക്ക് 29-ന് രാവിലെ 10 മണിക്ക് ബഹുജന മാർച്ചും പ്രതിഷേധ ധർണയും നടത്തും. ജനങ്ങളുടെ ആശങ്ക അകറ്റി ഭയം കൂടാതെ വീടുകളിൽ താമസിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടി സ്ഥിരം സംവിധാനം ഉറപ്പാക്കുക. തൊമ്മൻകുത്തിൽ നിന്നും കച്ചറമൂഴിയിൽ നിന്നും തൊമ്മൻകുത്ത് ചപ്പാത്തിലേക്ക് വരുന്ന പുഴകൾ കടന്ന് കാട്ടാനകൾ കൃഷിസ്ഥലത്ത് പ്രവേശിക്കുന്നത് തടയുന്നതിനായി RRTയുടെ സ്ഥിരം നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുക. മുളപ്പുറം ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ തൊമ്മൻകുത്ത് ചപ്പാത്ത് വരെ റോഡിൽ പൂർണ്ണമായി വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് KSTPക്ക് അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രദേശവാസികൾ ഉന്നയിച്ചു. വിവിധ സാമുദായിക സംഘടനാ നേതാക്കളായ ഫാദർ ജെയിംസ് ഐക്കരമറ്റം, ഫാദർ ഗിഡ്സൺ P. വർഗീസ്, ഫാദർ ഫ്രാൻസിസ് മാത്തിപ്പറമ്പിൽ, ഫാദർ എൽദോസ് ജോൺ കടുകുമാക്കൽ, അബ്ദുൾ സമദ് സഖാഫി, SNDP യോഗം കരിമണ്ണൂർ ശാഖാ സെക്രട്ടറി വിജയൻ താഴാനി, വിജയൻ മൂന്നുമാക്കൽ, അനിൽകുമാർ, സണ്ണി കടുതാഴെ എന്നിവർ നേതൃത്വം വഹിക്കും. അവിടെ ഈ വന്യമൃഗ ശല്യങ്ങളായ കാട്ടാന, അതുപോലെ കാട്ടുപന്നിയുടെ ശല്യം വർഷങ്ങളായിട്ടേ ഉള്ളതാണ്. അതിനൊരു കുറവുമില്ല. അതോടൊപ്പം തന്നെ ഈ 3 വർഷമായിട്ട് മലയണ്ണാൻ ഒരു തേങ്ങ പോലും ഒരു തേങ്ങയോ അല്ലെങ്കിൽ പച്ചിങ്ങയോ മലയണ്ണാൻ വയ്ക്കുന്നില്ല. അതെല്ലാം കടിച്ച് അന്നേരം ഇടുകയാണ്. കൊക്കോയാണെങ്കിൽ അത് മുഴുവൻ പറിച്ചുകൊണ്ട് പോകും മലയണ്ണാൻ. അതുപോലെ തന്നെ കുരങ്ങന്റെ ശല്യം ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ തൊമ്മൻകുത്ത് ഭാഗത്തുനിന്ന് വരുന്ന പുഴയുണ്ട്, വേളൂർ ഭാഗത്ത് കച്ചറമൊഴി ഭാഗത്തുനിന്ന് വരുന്ന പുഴയുണ്ട്. അതിൻ്റെ 2 സൈഡിൽ ഫെൻസിങ് അല്ലെങ്കിൽ ട്രെഞ്ച് ഉണ്ടാക്കി ഈ പുഴ കടന്ന് ആനയ്ക്കരിക്ക് വരാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണം ഫോറസ്റ്റുകാർ. അതിന് അവരൊരു നടപടി സ്വീകരിക്കുന്നില്ല. ഇവർ പറയേണ്ടത് ഞങ്ങൾ ഡ്രോൺ വെച്ച് നോക്കുന്നുണ്ട്, ആന ഇവിടെ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ആന അവിടെ ഉള്ള സമയത്താണ് ഇവർ പറയണത് ആന ഇല്ല എന്ന് പറയുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ ഒരു 15 മീറ്റർ പുറകിലാണ് ഈ ആന വന്ന് കിടന്നിരുന്നത്. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇത് പോയി കഴിഞ്ഞപ്പോഴാണ് ആളുകൾ അറിയുന്നത് ആന ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ, ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ ജനസേവകരാണ്. നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരാണ്. അവർ ക്വാളിഫൈഡ് ഒക്കെയാണ്, ശരിയാണ്. ജനങ്ങളും ഈ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം ഇന്ന് ഉലഞ്ഞതുകൊണ്ടാണ് സമസ്ത മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സമിതിക്ക് പറയാനുള്ളൊരു കാര്യം, ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ആരാണെങ്കിലും അത് വെച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. അത് പക്ഷേ ഇലക്ഷൻ വന്നാൽ തിരഞ്ഞെടുക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കടന്നു കയറ്റം ഒരിക്കലും നമുക്ക് കിട്ടും. ഇപ്പോൾ കോടതിയുണ്ട് ഇവിടെ. ഇന്നിപ്പോൾ കാട്ടിൽ മാത്രമല്ല, ഇപ്പോൾ കോതമംഗലത്ത് തന്നെ അടുത്തെത്തിയിട്ടുണ്ട്, ആന എത്തിയിട്ടുണ്ട്. വെളിയിച്ചാലില് കീരപ്പാറ എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് എപ്പോഴും ആന വന്ന് അതുപോലെ കൊട്ടപ്പടി. ഇനി അവിടെ നിന്നൊരു 6 കിലോമീറ്ററുള്ളൂ കോതമംഗലം ടൗണിലേക്ക്. തൊടുപുഴ എത്തിയിട്ടുണ്ട്, അടുത്തൊക്കെ ആയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ പത്ര ഓഫീസിലേക്ക് ചിലപ്പോൾ നേരം എടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമരസമിതി കൺവീനർ ഫാദർ ഫ്രാൻസിസ് മടത്തിപ്പറമ്പിൽ, ജോഷി, അനിൽകുമാർ, ഫാദർ ജോസ് കിഴക്കേൽ, റെജി കെ പോൾ, തങ്കച്ചൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചും സംസ്ഥാനത്തെ ആരോഗ്യമേഖല തകർന്നു എന്നാരോപിച്ചും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നുവെന്നും ആരോപിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കളക്ടറേറ്റ് കവാടത്തിൽ മാർച്ച് തടഞ്ഞതോടെ സമരക്കാർ ബാരിക്കേഡ് തകർത്ത് പോലീസിനെതിരെ അക്രമാസക്തരായി.
കോൺഗ്രസ് സിന്ദാബാദ് ആരിക്കാണോ തല്ലണ്ടേ പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതാകുമ്പോ ഡിവൈഎഫിന്റെ ശബ്ദമില്ല. ഈ നാട്ടിൽ വിരമിക്കൽ പ്രായം കൂട്ടുമ്പോ അവിടെയും ശബ്ദമില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഈ നാട്ടിൽ അലയുമ്പോഴും അവിടെയൊന്നും നിങ്ങൾക്ക് ശബ്ദമുയർത്താൻ സാധിക്കുന്നില്ല. PSCയുടെ റാങ്ക് പട്ടികകൾ, എത്രയോ പട്ടികകൾ ഈ സംസ്ഥാനത്തിനകത്ത് നിലനിൽക്കുമ്പോഴും പിൻവാതിൽ നിയമനങ്ങൾ നടത്തിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്ന ഈ സർക്കാരിന് കൊടപിടിച്ചുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ തന്നെ തുള്ളിയാലും ശരി, ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഈ സർക്കാരിന്റെ അന്തിമകാലം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ഐക്യപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മറ്റ് നേതാക്കളായ ജോബി ചെമ്മല, മഹേഷ് കൊന്നത്തടി, അനുഷൽ ആന്റണി, ടോണി തോമസ്, സോയിമോൻ സണ്ണി, ജോബി ചെമ്മല, DCC ഭാരവാഹികളായ MD അർജുനൻ, KB സെൽവം, സണ്ണി ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുട്ടം തയ്യക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവം സമാപിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് ദേശത്തൂക്കം നടത്തി. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുത്തത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ ആസ്ഥാന മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്തായ വാഴത്തോപ്പിന്റെ വികസനത്തിലുള്ള സമഗ്ര പദ്ധതികളാണ് ചർച്ച ചെയ്തത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ 2026-27 വർഷത്തിലെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത്. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ കാലപ്പഴക്കം ബാധിച്ച ബിൽഡിംഗ് മാറ്റി സ്ഥാപിക്കുക, ഭൂമിയാംകുളത്ത് ടർഫ് കോർട്ട് നിർമ്മിക്കുക, മയക്കുമരുന്ന് ലഹരിയുടെ പിടിയിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടുതൽ മിനി സ്റ്റേഡിയങ്ങൾ വാർഡ് തലങ്ങളിൽ നിർമ്മിക്കുക, കർഷകരെ സംരക്ഷിക്കാൻ അഗ്രോ ക്ലിനിക്, വെറ്റിനറി പോളിക്ലിനിക്,
ഫുഡ് ലബോറട്ടറി, ഭൂമിയംകുളം സ്റ്റേഡിയം പാറയിൽ വാച്ച് ടവർ നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രധാനമായും ചർച്ചയായത്. വാഴത്തോപ്പ് പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി രൂപം നൽകുന്ന പദ്ധതികൾ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിൽ വരുത്തുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അറിയിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മുടെ വികസ്വര രാജ്യമായ ഇന്ത്യയെ വികസനത്തിലേക്ക് നയിക്കുവാനാണ് ഓരോ ഗ്രാമപഞ്ചായത്തിലും ഓരോ ഗ്രാമീണ മേഖലകളും കൂടി പ്രാധാന്യമുണ്ട്. അവിടെ ഗ്രാമീണ മേഖലകളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. അത്തരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് കൂടിയാണ് ഇന്ത്യൻ ഡിവിഷൻ. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP സലീം മുഖ്യപ്രഭാഷണം നടത്തി. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ PK ബിജു, വൈസ് പ്രസിഡന്റ് സെലിൻ VM, പ്രഫ തങ്കച്ചൻ, സിജി ചാക്കോ, റിൻസി സിബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും കർഷകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തീപിടുത്തത്തിൽ വീട് പൂർണ്ണമായും കത്തി നശിച്ചു. ഇടവെട്ടി മാർത്തോമ നടയത്താണ് സംഭവം. നെടുമ്പുറത്ത് ജോയിയും കുടുംബവും വാടകയ്ക്ക് താമസിച്ചിരുന്ന തുരുത്തേൽ നിജി ദേവസ്യയുടെ വീടിനാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ വീട്ടിലെ ഉപകരണങ്ങളും തുണിയുമടക്കം സർവ്വതും കത്തിയെരിഞ്ഞു. ബുധനാഴ്ച ഉച്ചയോടെ ഇടവെട്ടി മാർത്തോമ നടയത്ത് വീടിന് തീപിടിക്കുകയായിരുന്നു. തുരുത്തേൽ നിജി ദേവസ്യ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീടിനാണ് തീപിടിച്ചത്. വീട്ടിൽ താമസിച്ചിരുന്ന നെടുമ്പുറത്ത് ജോയിയുടെയും കുടുംബത്തിന്റെയും വസ്തുവകകൾ കത്തിയെരിഞ്ഞു. +1 പഠിക്കുന്ന 2 പെൺമക്കളുടെ പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഉൾപ്പെടവെയാണ് കത്തിയമർന്നത്. ഉച്ചയോടെ വീട്ടിൽ നിന്നും പുകയുന്നത് കണ്ട സമീപവാസികളാണ് തീ കണ്ടതെന്ന് വീട്ടുടമ നിജി ദേവസ്യ പറഞ്ഞു. സംഭവിച്ച് ഷോർട്ട് സർക്യൂട്ടാണ് പറഞ്ഞത്. അതിൽ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇവിടെ നമ്മൾ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ പരിസരവാസികൾ പുക തന്നെയുണ്ട് ഓട് പൊട്ടിത്തേക്ക് ഇത് കണ്ടാണ് എല്ലാവരും ആളുകളെ വിളിച്ചു കൂട്ടിയത്. എല്ലാം കത്തി നശിച്ചു പോയി. കിട്ടിയ 2 അലമാര മാത്രമാണ്, സ്റ്റീലിൻ്റെ 2 അലമാര മാത്രം, ബാക്കി എല്ലാം നശിച്ചു പോയി. തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും വാഹനം വീടിന്റെ സമീപത്തെത്താത്ത സാഹചര്യമായിരുന്നു. എന്നിരുന്നാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ അണയ്ക്കുവാൻ നേതൃത്വം നൽകി. ഷോർട്ട് സർക്യൂട്ടാണ് തീ ഉണ്ടാകുവാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഥലത്ത് ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ, വൈസ് പ്രസിഡന്റ് ജസീല ലത്തീഫ്, വാർഡ് മെമ്പർ ബിൻസി മാർട്ടിൻ, മുൻ പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് എന്നിവർ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അനുദിന പ്രാർത്ഥനയിൽ കത്തിക്കുന്ന മെഴുകുതിരികൾ ഉരുകി മെഴുകുമലയായി രൂപം കൊണ്ട തൊടുപുഴ സീനായ് ഹോട്ടലിന്റെ സാരഥി സീനായ് ചാക്കോച്ചൻ ചേട്ടൻ ഓർമ്മയായി. വർഷങ്ങളായി നഗരത്തിലെത്തുന്ന പാവങ്ങളുടെ വിശപ്പ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ചാക്കോച്ചൻ ചേട്ടൻ ഓർമ്മയാകുന്നു. സംസ്കാര ശുശ്രൂഷകൾ വെള്ളിയാഴ്ച രാവിലെ 10-ന് വീട്ടിൽ ആരംഭിച്ച് ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഫൊറോന പള്ളിയിൽ. തൊടുപുഴയിലെ ആദ്യകാല ഹോട്ടൽ വ്യാപാരി സീനായി ചാക്കോ എന്നറിയപ്പെടുന്ന സീനായി ഹോട്ടൽ ഉടമ ഈറ്റക്കൽ പുത്തൻപുരയ്ക്കൽ EM ചാക്കോ നിര്യാതനായി. 75 വയസ്സായിരുന്നു. മാതാവ് ഏലിയമ്മ മത്തായി, കുമ്മണ്ണൂർ കരിക്കാട്ടിൽ കുടുംബാംഗം. പിതാവ് പരേതനായ മത്തായി. ഭാര്യ പരേതയായ അന്നമ്മ ചാക്കോ, മ്രാല മൂലക്കാട്ട് കുടുംബാംഗം. മക്കൾ ആൽബർട്ട്, വിൽബർട്ട്, റെജീന, മരിയ, മാനുവൽ. മരുമക്കൾ സിന്ധു തോട്ടിനയിൽ വെളിയന്നൂർ, ജെയിൻ തോണക്കര മുരിക്കാശ്ശേരി, ജോ മുക്കാട്ടിൽ കുമ്മണ്ണൂർ, സൈമൺ പച്ചിക്കര ചുങ്കം, ബെക്സി ഇടപ്പള്ളി കോട്ടയം. ഭൗതിക ശരീരം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് തച്ചെട്ട് നഗറിലുള്ള വീട്ടിൽ കൊണ്ടുവരും. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് വീട്ടിലാരംഭിച്ച് ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഫൊറോന പള്ളിയിൽ. ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കത്തിക്കുന്ന മെഴുകുതിരികൾ ഉരുകി മെഴുകുമലയായി വാർത്തകളിൽ ഇടം പിടിച്ച സ്ഥാപനമാണ് തൊടുപുഴ സീനായ് ഹോട്ടൽ. തൊടുപുഴ ഇടുക്കി റോഡിൽ പഴയ വുഡ്ലാൻഡ്സ് ഹോട്ടലിന് സമീപം പ്രവർത്തിക്കുന്ന സീനായ് ഹോട്ടലിലെ മെഴുകുമല കാഴ്ച ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇടയ്ക്ക് മെഴുകുമലയ്ക്ക് തീപിടിച്ച ഭാഗികമായി കത്തി നശിച്ചെങ്കിലും ചാക്കോച്ചൻ ചേട്ടൻ വീണ്ടും പ്രാർത്ഥനയോടൊപ്പം കൊളുത്തിയ തിരികൾ കത്തിയമർന്ന് വീണ്ടും മെഴുകുമല രൂപം കൊണ്ടു. ജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിലും പാവങ്ങളെ സഹായിക്കുന്നതിൽ പ്രത്യേക താല്പര്യമെടുത്തിരുന്നു. തൊടുപുഴയിൽ ഒരു സ്ഥാപനത്തിൽ ചെറുപ്പത്തിൽ സഹായിയായി ജീവിത പോരാട്ടം തുടങ്ങിയ ഇദ്ദേഹം സീനായ് ഹോട്ടലിലൂടെ അനേകരുടെ വിശപ്പകറ്റി. വർഷങ്ങൾക്ക് മുൻപ് വേളാങ്കണ്ണി തീർത്ഥയാത്ര പോകുമ്പോൾ കടപ്പുറത്തെ പാവങ്ങൾക്ക് അരി വിതരണം ചെയ്യുന്ന സീനായ് ചാക്കോച്ചൻ ചേട്ടനെ കണ്ട കാര്യം പൊതുപ്രവർത്തകനായ ആമ്പൽ ജോർജ് ഓർമ്മിച്ചു. സാധുക്കളെ സംരക്ഷിക്കുക, തെരുവിൽ അലഞ്ഞു നടക്കുന്നവരുടെയും ഭിക്ഷക്കാരുടെയും മുടിവെട്ടി വൃത്തിവരുത്തുക തുടങ്ങിയവ ഹോട്ടൽ ബിസിനസ്സിനൊപ്പം ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കോലാനിയിൽ ആകാശപ്പറവകളുടെ ക്യാമ്പ് സംഘടിപ്പിച്ച് പാവങ്ങൾക്ക് ആശ്വാസം പകർന്നിരുന്നു. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തോടനുബന്ധിച്ചുള്ള എയ്ഡ്സ് രോഗികളുടെ സംരക്ഷണ കേന്ദ്രത്തിൽ ഉൾപ്പെടെ വിവിധ അനാഥാലയങ്ങളിൽ അന്നദാനം നടത്തുന്നതും പതിവായിരുന്നു.
വിശന്നു ചെല്ലുന്ന ആർക്കും സീനായ് ഹോട്ടൽ അത്താണിയായിരുന്നു. നിശബ്ദമായ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ പാവങ്ങളുടെ രക്ഷകനായ സീനായ് ചാക്കോച്ചൻ ചേട്ടൻ ഇനി ഓർമ്മകളിൽ മാത്രം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ DCC സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെ DCC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് മർദ്ദിച്ചതിനെതിരെ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുടിയിൽ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ DCC സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെ DCC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് മർദ്ദിച്ചതിനെതിരെ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുടിയിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP ജോസ്, രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, വാർഡ് മെമ്പർമാരായ മിനി ബേബി, TK സുജിത്ത്, സാജു പഴപ്പിളക്കൽ, ബാബു കൊച്ചുപുര, തങ്കച്ചൻ പുളിക്കൽ, ജോയി തമ്പുഴ, അജി കാട്ടുമന, ജോസ് കുന്നുംപുറത്ത്, അർജുൻ ഷിജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ, വിന്നേഴ്സ് പബ്ലിക് സ്കൂൾ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സയൻസ് സൊസൈറ്റി ഇടുക്കി ചാപ്റ്ററിന്റെ സഹകരണത്തോടെ ജനുവരി 27-ന് വിന്നേഴ്സ് പബ്ലിക് സ്കൂളിൽ വാനനിരീക്ഷണ പരിപാടി സംഘടിപ്പിച്ചു. ഡോക്ടർ ജോ ജേക്കബ്, PN തങ്കച്ചൻ, ഈപ്പച്ചൻ എന്നിവർ വാനനിരീക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ അറിവുകൾ പങ്കുവച്ചു. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ പ്രസിഡന്റ് ലൂയിസ് J പാറത്താഴം, വിന്നേഴ്സ് പബ്ലിക് സ്കൂൾ മാനേജർ KR പ്രദീപ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ, വിന്നേഴ്സ് പബ്ലിക് സ്കൂൾ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സയൻസ് സൊസൈറ്റി ഇടുക്കി ചാപ്റ്ററിന്റെ സഹകരണത്തോടെ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിൽ വാനനിരീക്ഷണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഡോക്ടർ ജോ ജേക്കബ്, PN തങ്കച്ചൻ, ഈപ്പച്ചൻ എന്നിവർ വാനനിരീക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ അറിവുകൾ പങ്കുവച്ചു. പ്രകാശം 8 മിനിറ്റ് സഞ്ചരിക്കാൻ ഉള്ള ദൂരം എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കുന്നതാണ് പ്രകാശ മിനിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി സൂര്യനോട് അടുത്തുള്ള നക്ഷത്രത്തിൽ നിന്ന് പ്രകാശം എത്താൻ എത്ര സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അന്നേരം അവിടെ കിലോമീറ്റർ കൃത്യമായിട്ട് പറഞ്ഞില്ല, പ്രകാശം എത്താനുള്ള ദൂരമാണ് പറഞ്ഞത് അല്ലേ. സമയം പ്രകാശം എത്താൻ വേണ്ടിയുള്ള ദൂരം എത്രയായിട്ട് നമ്മൾ പറഞ്ഞത് 4 പ്രകാശ വർഷം എന്ന് പറയാൻ പറ്റും. പ്രകാശം എത്താൻ 4 വർഷം എടുക്കുന്ന ദൂരത്തെയാണ് 4 പ്രകാശ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് കേട്ടൊരു വാക്കെന്താണ് പ്രകാശ വർഷം. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ പ്രസിഡന്റ് ലൂയിസ് J പാറത്താഴം, വിന്നേഴ്സ് പബ്ലിക് സ്കൂൾ മാനേജർ KR പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ വിവിധ പ്രായ വിഭാഗങ്ങളിൽപ്പെട്ട നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ശാസ്ത്രത്തോടുള്ള കൗതുകവും ബഹിരാകാശത്തെക്കുറിച്ചുള്ള അറിവും വളർത്തുന്ന പഠനാനുഭവമായി ഇത് മാറി. വാനനിരീക്ഷണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിവും ആരോഗ്യവും പകരുന്ന ദൃശ്യാനുഭവമായി പരിപാടി മാറി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംഘടനയുടെ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PR അനിലിന് നേരെ അതിക്രമം നടത്തിയ അടിമാലി പോലീസ് സ്റ്റേഷനിലെ SHOക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് അനിൽ PR-ന് നേരെ അടിമാലി പോലീസ് സ്റ്റേഷനിലെ SHO അതിക്രമം നടത്തിയെന്നും മർദ്ദിച്ചുവെന്നും ആരോപിച്ചു. ഇക്കാര്യത്തിൽ പരാതി ഉയർന്നിട്ടും അതിക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുമായിരുന്നു സംഘടനാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും അനിലിന് നീതി ലഭിക്കും വിധം ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് സംഘടനയുടെ ആരോപണം. SHOയെ മാറ്റി നിർത്തി സത്യസന്ധമായ അന്വേഷണം നടത്തി വകുപ്പ് തല നടപടി സ്വീകരിക്കും വരെ തുടർ സമരവുമായി മുമ്പോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നത്. പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാരെ സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും സാത്വികനായ ഒരു മനുഷ്യനാണ് ശ്രീ അനിൽ. നമുക്കെല്ലാവർക്കും വ്യക്തിപരമായ ബന്ധമുണ്ട്. അതുപോലൊരു വ്യക്തിയെ ഇതുപോലൊരു സന്ദർഭത്തിൽ അദ്ദേഹം എന്തെങ്കിലും ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടില്ല, ഏതെങ്കിലും രൂപത്തിൽ പോലീസുകാർക്ക് പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടല്ല, ഒരു പ്രതിയായിട്ടല്ല അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനമൈത്രി പോലീസ് എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടായില്ല. ആ ജനമൈത്രി പോലീസിൻ്റെ മൈത്രി എന്താണ്? ഇവിടെ 2 പേർ തമ്മിലുണ്ടായ ഒരു തർക്കം പരിഹരിക്കും. ഞങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ പോകാറുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. പലപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നമ്മളോട് വളരെ സൗമനസ്യത്തോടു കൂടി ഇടപെടുന്ന പോലീസുകാരാണ് ഇന്ന് 90% ഉള്ളത്.
അത് മുൻകാലത്തെ ഒരു വർക്ക്ഷോപ്പുകാരനെ തല്ലുന്ന പോലെ അല്ല, ആ രൂപത്തിലൊരു പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട SHOയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത് കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ നമ്മൾ കേസ് കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. മനുഷ്യാവകാശ കമ്മീഷൻ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും പരാതി കൊടുത്തു. 2 ആഴ്ച നമ്മൾ അത് നിരീക്ഷിച്ചു. അതിൽ നിന്ന് യാതൊരുവിധ അനുകൂല സമീപനം ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് DGPക്ക് പരാതി കൊടുത്തു, അതുപോലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. സംഘടനയുടെ കീഴിലുള്ള ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും നൂറുകണക്കിന് അംഗങ്ങൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. പ്രതിഷേധ പരിപാടിക്ക് സംഘടനാ ജില്ലാ പ്രസിഡന്റ് വിനോദ പുഷ്പാങ്കദൻ നേതൃത്വം നൽകി. സംഘടനയുടെ ജില്ലാ ഭാരവാഹികളും യൂണിറ്റ് ഭാരവാഹികളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഭൂവിനിയോഗ വകുപ്പും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി പ്രകൃതി പാഠം പദ്ധതിയുടെ ബ്ലോക്ക് തല ആശയവിനിമയ സദസ്സ് നടത്തി. ആശയവിനിമയ സദസ്സിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് നിർവഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു അധ്യക്ഷത വഹിച്ചു. ഭൂവിനിയോഗ വകുപ്പും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി പ്രകൃതി പാഠം പദ്ധതിയുടെ ബ്ലോക്ക് തല ആശയവിനിമയ സദസ്സ് കൃഷിഭവൻ കുമാരമംഗലം പരിധിയിൽ ഈസ്റ്റ് കലൂരുള്ള ഷാജി കൊച്ചുകുടിയലിന്റെ കർഷക ഫാമിൽ വെച്ച് സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ ഭൂവിനിയോഗ മാറ്റങ്ങൾ പരിസ്ഥിതിക്ക് സൃഷ്ടിക്കുന്ന ആഘാതത്തെക്കുറിച്ച് കർഷകർക്ക് അവബോധം നൽകുകയും തനത് ഭൂവിനിയോഗം നിലനിർത്തി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുകയും വേണ്ടിയാണ് ആശയവിനിമയ സദസ്സ് നടത്തിയത്. തൊടുപുഴ ബ്ലോക്ക് ആശയവിനിമയ സദസ്സിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് നിർവഹിച്ചു. ഒരു ആശയവിനിമയ സമ്മാനമാണ് നിങ്ങൾ ഈ ആശയവിനിമയ എന്നതിന് പേരിൽ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ മുഖ്യമായും പ്രകൃതി പാഠം പദ്ധതികൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അശാസ്ത്രീയമായ കൃഷി രീതികൾ മൂലം നമ്മുടെ നാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിൽ വർത്തമാനകാലത്ത് ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർഷകരെ നമ്മുടെ പഴയകാല തനതായ ജീവിതത്തിലൂടെ പ്രകൃതി ദുരന്തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യമായും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തനതായ ജീവിതത്തിലൂടെ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു അധ്യക്ഷത വഹിച്ചു. ഭൂവിനിയോഗ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ RS സജീവ് സ്വാഗതം ആശംസിച്ചു. ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഡീന ഇബ്രഹാം, തൊടുപുഴ അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ആര്യമ്പാറ്റി, കുമാരമംഗലം കൃഷി ഓഫീസർ ആർദ്ര, ആൻപോൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ICAR കൃഷി വിജ്ഞാന കേന്ദ്രം, ഇടുക്കി സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗീതു M, കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം പ്രോജക്ട് സയന്റിസ്റ്റ് ഡോക്ടർ ഹരിത ലക്ഷ്മി എന്നിവർ വിഷയവിദഗ്ധരായി പങ്കെടുത്ത് കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. ഭൂവിനിയോഗ വകുപ്പ് തൃശൂർ കാര്യാലയം കൃഷി ഓഫീസർ PS ഷിറിൽ നന്ദി രേഖപ്പെടുത്തി. തൊടുപുഴ IC കോളേജ് 1985-1988 ബാച്ച് BCom ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. തൊടുപുഴ പാപ്പുട്ടി ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സംഗമത്തിൽ പഴയ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ബിജു C ശേഖർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ IC കോളേജ് പ്രിൻസിപ്പൽ ഫിലിപ്പ് മാത്യു, അധ്യാപകരായ ബേബി, റോയ്, സിറിയക്, ഗോപി എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് അധ്യാപകർക്ക് മൊമന്റോ നൽകി പഴയ വിദ്യാർത്ഥികൾ ആദരിച്ചു. തൊടുപുഴ IC കോളേജ് 1985-88 ബാച്ച് BCom പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരു വട്ടം കൂടി സംഘടിപ്പിച്ചു. തൊടുപുഴ പാപ്പുട്ടി ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സംഗമത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുകൂടി. 40 വർഷങ്ങൾക്ക് മുൻപ് IC കോളേജിൽ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാർ ഇന്നും ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിന്റെ തെളിവാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമമെന്ന് അവർ പറഞ്ഞു. 40 വർഷങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഓർക്കുന്നുണ്ടാവില്ല, എല്ലാവരും 38 കണക്കൂട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ പാസ്സായത് 88-ലായതുകൊണ്ട് 40 വർഷങ്ങളായി നമ്മൾ സുഹൃത്തുക്കളായിട്ട്. വ്യാഴാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാറ് ക്ലാസ് തുടങ്ങുന്ന വ്യാഴാഴ്ചകളിൽ തുടങ്ങുന്നുണ്ടായിരുന്നു. അതും പലർക്കും ഓർമ്മയുണ്ടാവില്ല. അപ്പം അങ്ങനെ 40 വർഷങ്ങൾക്ക് മുമ്പ് പരസ്പരം അറിയാതെ ഒരു ക്ലാസ്സിലേക്ക് കടന്നു വന്ന പലരും ഒരിക്കലും വന്ന് ചിന്തിച്ചില്ല 40 വർഷങ്ങൾക്ക് ശേഷം ഈ പാപ്പുട്ടി ഹാളിൻ്റെ ഈ ഹോളിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടും. തീർച്ചയായിട്ടും ഓർക്കുന്നത് വളരെ മധുരമുള്ള ഓർമ്മകൾ. ഈ ICയിൽ പഠിപ്പിക്കാൻ പറ്റിയതും ഇങ്ങനെ നൂറുകണക്കിന് പിള്ളേരെ, നൂറുകണക്കിന് അറിയാതെ നമ്മൾ പിള്ളേരെന്ന് പറയും. നമ്മളുടെയൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വരുമ്പോൾ നിങ്ങളും ഞാനുമായിട്ട് വലിയ പ്രായ വ്യത്യാസമൊന്നും കാണുകയില്ല. ഒരു 5, 6, 7 വയസ്സിൻ്റെയൊക്കെ ഒരു വ്യത്യാസം. എങ്കിലും ആ ബന്ധം വളരെ ഹാർദവമായ ബന്ധം, വലിയ അനുഭവങ്ങൾ. ഇപ്പോൾ കോടതിയിലാണെങ്കിലും 18 വക്കീലന്മാർ നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചു പോയ പിള്ളേരുകളാണ്. അപ്പോൾ എവിടെ ചെന്നാലും ഒരു കസേരയ്ക്ക് ബുദ്ധിമുട്ടില്ല.
ബികോം ബഡീസ് എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് അകന്നുപോയ പല സൗഹൃദ ബന്ധങ്ങളും പുതുക്കിയത്. ബിജു സി ശേഖർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ IC കോളേജ് പ്രിൻസിപ്പൽ ഫിലിപ്പ് മാത്യു, അധ്യാപകരായ ബേബി, റോയ്, സിറിയക്, ഗോപി എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ മൊമെന്റോ നൽകി ആദരിച്ചു. ഈ കൂട്ടായ്മ കൊണ്ട് ബിജു ശേഖർ പറഞ്ഞ് ഈ വ്യാഴാഴ്ച ദിവസം എന്തെങ്കിലും ക്ലാസ് തുടങ്ങിയെന്ന് ചോദിച്ചു. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ആരംഭ ദിവസം പ്രത്യേകിച്ച് ക്ലാസ്സൊന്നും നടക്കുകയില്ല. വ്യാഴാഴ്ച ഒന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ഒരു ദിവസമുള്ളൂ. ആ വെള്ളിയാഴ്ച കൂടെ ഒരു വിധത്തിൽ പോകും. അടുത്ത തിങ്കളാഴ്ച വരുമ്പോഴത്തേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ വെളിയിലേക്ക് ക്ലാസ് പോകും. അല്ലെങ്കിൽ ആദ്യമേ ഒരാഴ്ച ഉഴപ്പിപ്പോയാൽ പിന്നെ ആ മൊത്തം ഉഴപ്പിക്കും. അതാണ് വ്യാഴാഴ്ച തുടങ്ങിയത്. അത് ഭയങ്കര ട്രേഡ് സീക്രട്ട് ആട്ടോ. അത് നിങ്ങൾ പുറത്തുപോയി പറഞ്ഞേക്കാൻ ഇപ്പോൾ എൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞ് പോയി. അതുകൊണ്ടാണ് ഇപ്പോഴാണ് വലിയ എന്നോട് ചോദിച്ചത് കാരണം വ്യാഴാഴ്ച തുടങ്ങിയത്. മെയിൻ ഇതാണ് ക്ലാസ് ഉഴപ്പിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 2 ദിവസം കഴിഞ്ഞ് പിന്നെ ശനി ഞാൻ ഓതി കഴിയുമ്പോൾ തിങ്കളാഴ്ച വരുമ്പോഴത്തേക്ക് പിള്ളേർ ഓർഡറാവും, സാറന്മാരെല്ലാം ഓർഡറാവും, ക്ലാസ് നന്നായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ കൂട്ടായ്മ എന്നും നിലനിന്ന് പോകണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ടും അല്ലെങ്കിൽ ബാക്കി പബ്ലിക്കിനും എന്തെങ്കിലും ഗുണം അതുകൊണ്ട് കിട്ടുകയും ചെയ്യും. സജീവ്, രാജേഷ് എന്നിവർ ആശംസകൾ നേർന്നു. ലാലി ഷാജി കൃതജ്ഞത രേഖപ്പെടുത്തി. അധ്യാപകരായ ഫിലിപ്പ്, ബേബി എന്നിവർ ആശംസകൾ നേർന്നു. പഴയകാല സന്തോഷങ്ങളെ ഓർത്തെടുത്തും വിശേഷങ്ങൾ പങ്കിട്ടും സൗഹൃദം പുതുക്കി ഏറെ നേരം അവിടെ ചിലവിട്ട ശേഷമാണ് അവർ പിരിഞ്ഞത്. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വളരെ ഉത്കണ്ഠയുണ്ടാക്കുന്ന തരത്തിലേക്ക് SIRന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വന്യമൃഗശല്യത്തിനെതിരെ മത സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ 29-ന് മുളപ്പുറം ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രഥമ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.